നീതി ആയോഗ് യോഗത്തിൽ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം തള്ളിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. മൈക്ക് മ്യൂട്ട് ചെയ്തുവെന്നും 5 മിനിറ്റിൽ കൂടുതൽ യോഗത്തിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നുമായിരുന്നു മമത പറഞ്ഞത്. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മന്ത്രിയുടെ വാദം ഇങ്ങനെയാണ്: നീതി ആയോഗ് യോഗത്തിൽ മമത പങ്കെടുത്തിരുന്നു. എല്ലാവരും അവരെ കേട്ടു. ഓരോ മുഖ്യമന്ത്രിക്കും യോഗത്തിൽ സംസാരിക്കാൻ കൃത്യമായ സമയം അനുവദിച്ചിരുന്നു. അത് മുന്നിലുണ്ടായിരുന്ന സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മൈക്ക് ഓഫ് ചെയ്തുവെന്ന തരത്തിൽ അവർ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. എന്നാൽ അത് തീർത്തും തെറ്റാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം സത്യം പറയാൻ അവർ തയ്യാറാകണമെന്നായിരുന്നു ധനമന്ത്രിയുടെ നിർദ്ദേശം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്ക് പങ്കുവച്ചിട്ടുണ്ട്. മമതയുടേത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണമാണെന്നാണ് PIB എക്സിൽ കുറിച്ചത്. ക്ലോക്ക് അവരുടെ സമയം കഴിഞ്ഞെന്ന് മാത്രമാണ് കാണിച്ചതെന്നും സമയം അവസാനിച്ചത് സംബന്ധിച്ച് ബെല്ലടിച്ചെന്നും ഫാക്ട് ചെക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു മമതാ ബാനർജിക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് മടങ്ങി പോകണമെന്നും നേരത്തെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും ബംഗാൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിനാൽ 7ാമതായാണ് അവർ സംസാരിച്ചതെന്നും PIB പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം സംസാരിക്കാൻ സമയം അനുവദിച്ചില്ലെന്നാരോപിച്ചാണ് മമതാ ബാനർജി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. സംസാരിക്കുന്നതിനിടയിൽ തന്റെ മൈക്ക് ഓഫ് ചെയ്തുവെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി ആരോപിച്ചത്. ചന്ദ്രബാബു നായിഡുവിന് സംസാരിക്കാൻ 20 മിനിറ്റ് അനുവദിച്ചു. അസം, ഗോവ, ചണ്ഡീഗഡ് മുഖ്യമന്ത്രിമാർ 10 മുതൽ 12 മിനിറ്റ് വരെ സംസാരിച്ചു. 5 മിനിറ്റ് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ അവസരം തന്നത്. സംസ്ഥാനങ്ങളെ വിവേചനത്തോടെ കാണരുതെന്ന് ഞാൻ കേന്ദ്ര സർക്കാരോട് പറഞ്ഞു. എനിക്ക് കൂടുതൽ സംസാരിക്കണമായിരുന്നു. എന്നാൽ എന്റെ മൈക്ക് ഓഫാക്കി. പ്രതിപക്ഷത്ത് നിന്ന് ഞാൻ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. എന്നിട്ടും എന്നെ സംസാരിക്കാൻ അവർ അനുവദിച്ചില്ല. ഇത് അപമാനകരമാണ്. ബംഗാളിനോട് മാത്രമല്ല, എല്ലാ പ്രാദേശിക പാർട്ടികളോടുമുള്ള അപമാനമാണെന്നായിരുന്നു മമത മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ നീതി ആയോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നത്. 2047 വികസിത ഭാരതം എന്ന അജണ്ടയിലാണ് നീതി ആയോഗിന്റെ യോഗം നടന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ ഭാഗമാകില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആയിരുന്നു. പിന്നാലെയായിരുന്നു മറ്റ് ഇന്ത്യ സഖ്യ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയത്.